ഇൻകം കൂട്ടാനുള്ള 7 വഴികൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് സയ്യിദ് ഉമർ സഖാഫ്, ലൈഫ് കോച്ച് ആൻഡ് സ്പിരിച്വൽ ഹീലർ. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും സാമ്പത്തികമായി തളർന്നു കിടക്കുന്നവരാണ്. എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്നില്ല. അതിന് പല റീസൺസാണ്. എങ്കിൽ ഞാൻ നിങ്ങൾക്കിവിടെ സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകാൻ, നിങ്ങളുടെ ഇൻകം വർദ്ധിക്കാനുള്ള 7 വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇൻകം കൂട്ടാനുള്ള ഒന്നാമത്തെ വഴി ഫ്രീലാൻസ് ഓർ ഓഫർ കൺസൾട്ടിങ് സർവീസസ്. അതായത് നിങ്ങൾക്കൊരു ഫ്രീലാൻസർ ആവാം. എന്ത് കഴിവാണ്, സ്കില്ലാണോ നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കൊരു ഹെൽത്ത് കൺസൾട്ടൻ്റ് ആവാം, ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആവാം, അതുപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആവാം. നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് അത് നിങ്ങൾക്കൊരു ഫ്രീലാൻസറായി സെല്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം കൂട്ടാൻ കഴിയും. യൂസ് യുവർ പ്രൊഫഷണൽ സ്കിൽസ് ഇൻ ഏരിയാസ് ലൈക്ക് റൈറ്റിംഗ്, ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്. എന്തിലാണോ നിങ്ങൾക്ക് സ്കില്ലുള്ളത്. ചില ആളുകൾക്ക് നല്ല റൈറ്റിംഗ് സ്കില്ലുണ്ടാവാം. അവർക്ക് പല കമ്പനികൾക്ക് ബ്ലോഗ് റൈറ്റ് ചെയ്ത് കൊടുക്കലിലൂടെ അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ഡിസൈൻ സ്കില്ലുള്ള ആളുകൾക്ക് ഡിസൈൻ ചെയ്യലിലൂടെ, അത് പ്രോഗ്രാമിംഗ് അറിയുന്ന ആളുകൾക്ക് ഫ്രീലാൻസറായിട്ട് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്തുകൊണ്ട് ഇൻകം കൂട്ടാൻ കഴിയും. ഏതായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വെറുതെ കുത്തിരുന്നു കൊണ്ട് നമുക്ക് ഇൻകം കൂട്ടണം, നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല. നമുക്ക് എന്താണോ സ്കില്ലുള്ളത് ആ സ്കില്ലിലൂടെ ജനങ്ങൾക്ക് സർവീസ് ചെയ്തുകൊണ്ട് അതിലൂടെ നമുക്ക് തരുന്ന വരുമാനം കൊണ്ട് അതിലൂടെ നമുക്ക് അവർ തരുന്ന ഫീസോ അല്ലെങ്കിൽ അതിൻ്റെ സാലറിയോ അതിലൂടെ നമുക്ക് നമ്മുടെ വരുമാനം കൂട്ടാൻ കഴിയും. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടെങ്കിൽ ആ സ്കില്ല് നിങ്ങൾ എവിടെയാണ് സെല്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിനെ ഫൈൻഡ് ചെയ്യാം. ഉദാഹരണത്തിൽ അപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സ്കില്ലുണ്ടെങ്കിലും ആ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്കൊരു ഫ്രീലാൻസറായിട്ട് അപ്പ് വർക്കിലൂടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതുപോലെ ഫൈവർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് സെല്ല് ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിനിലൂടെ നിങ്ങൾക്ക് പല ആളുകളും നിങ്ങൾക്ക് യോജിച്ച ക്ലയൻസിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രൊഫഷണൽസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അതുകൊണ്ട് നിങ്ങൾക്ക് യോജിച്ച ക്ലയൻസിനെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ, സ്പെഷ്യലി ലിങ്ക്ഡിനിലൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇൻകം വർദ്ധിക്കാനുള്ള രണ്ടാമത്തെ വേ, മോണറ്റൈസ് ആ ഹോബി. അതായത് നമുക്ക് ചില പാഷൻ ഉണ്ടാവും, ഹോബി ഉണ്ടാവും. അതിനെ നമ്മൾ പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ചില ആളുകളുടെ ഹോബി ചിത്രം വരക്കലായിരിക്കും, നല്ല ഡിസൈൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നല്ല പാട്ട് പാടുന്നതായിരിക്കും. എന്താണോ ഹോബി, നമുക്ക് അതിലാണ് പാഷൻ ഉള്ളതെന്ന് പറഞ്ഞ് ഇരിക്കലല്ല വേണ്ടത്. ആ ഹോബി നമുക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അതിനെ വിറ്റുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിൽ അത് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ്, അതൊരു ഹോബി ആയിരിക്കും. അതുപോലെ ഫോട്ടോഗ്രാഫി, അത് നമ്മുടെ ഹോബി ആയിരിക്കും. നമ്മൾ ഫ്രീ ഇരിക്കുന്ന സമയത്തൊക്കെ അതും കൂടി ചെയ്തുകൊണ്ട് അത് നമുക്ക് ഹോബി ആണെങ്കിൽ അതിലൂടെ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ടീച്ചിങ് ലെസൺസ്, നമുക്ക് ഏതിലാണോ കഴിവുള്ളത് ആ ലെസൺസ് ടീച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇവകൾക്ക് വേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. സ്പെഷ്യലി എഡ്സി ആൻഡ് ഈബേ പോലെയുള്ള വെബ്സൈറ്റിലൂടെ നമുക്ക് ഇതിനൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇൻകം മൾട്ടിപ്പിൾ ചെയ്യാനുള്ള മൂന്നാമത്തെ വഴി, സ്റ്റാർട്ട് സൈഡ് ഹസിൽ ഓർ പാർട്ട് ടൈം ജോബ്. ഇത് ഓൾറെഡി നമ്മളൊരു ജോബിലാണ്. ഇപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ 6 മണി വരെ നമ്മളൊരു ജോബിലാണ്. അവിടെ നമ്മൾ എന്ത് ജോബാണോ ചെയ്യുന്നത്, ഉദാഹരണത്തിൽ നമ്മൾ ഡിസൈനർ ആയിരിക്കാം, അക്കൗണ്ടൻ്റ് ആയിരിക്കാം. പക്ഷേ അതേ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട്, നമുക്കറിയുന്ന ആ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രാവിലെ 9 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം നമ്മൾ പാർട്ട് ടൈമായി ജോബ് ചെയ്തുകൊണ്ട് മറ്റുള്ള കമ്പനികൾക്ക് ഓൺലൈനിലൂടെ സർവീസ് കൊടുത്തുകൊണ്ട്, ചില ആളുകളുടെ പേഴ്സണൽ അക്കൗണ്ടൻ്റ് ആകാൻ പറ്റും, അതുപോലെ കമ്പനിയുടെ അക്കൗണ്ടൻ്റ് ആകാൻ പറ്റും, ബ്രാൻഡിങ് വേണ്ടിയുള്ള നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അതേതാണ് നമ്മൾ കണ്ടെത്തണം. അതുപോലെ ഡെലിവറിങ് ഗ്രോസറീസ്, നമുക്ക് ഗ്രോസറീസ് ഡെലിവറി ചെയ്യാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് തന്നെ അത് പാർട്ട് ടൈമിൽ ചെയ്യാനുള്ള വഴികൾ കണ്ടെത്താവുന്നതാണ്. അതുപോലെ റെൻറ്റിങ് ആൻഡ് എക്സ്ട്രാ റൂം, നമുക്ക് ചിലപ്പോൾ ഒരാളാണ് ഒരു സിറ്റിയിൽ താമസിക്കുന്നത്, അവിടെ നമുക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ നമുക്ക് ഒരാൾ താമസിക്കുമ്പോൾ ഒരു റൂം ഇനഫ്. പക്ഷെ അവിടെ 2-3 ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ്. പക്ഷെ മറ്റുള്ള ഒരുപാട് ഇതുപോലെ ഷെയറിംഗ് റൂമുകൾ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
ജോബിന് പേര് വരുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ഒരുപാട് ആളുകൾ ഷെയറിംഗ് റൂം അവർക്ക് ആവശ്യമുണ്ട്. നമ്മൾ അത്രയും വലിയ ഫ്ലാറ്റിൽ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് പകരം നമ്മളൊരു റൂമിൽ താമസിച്ച് മറ്റുള്ള റൂമുകൾ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം. അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് റണ്ണിങ് എ സ്മോൾ ഓൺലൈൻ സ്റ്റോർ, ചെറിയ ഓൺലൈൻ സ്റ്റോർ നമുക്കുണ്ടാക്കാം. അതിനും ഒരുപാട് എന്തെങ്കിലും നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ്, ഉദാഹരണത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുകയാണെങ്കിൽ പാർട്ട് ടൈമിൽ പോയി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നമുക്കത് ഓൺലൈൻ വഴി സെല് ചെയ്യാൻ പറ്റും. അതിനുള്ള വഴികളുണ്ട്. ഇങ്ങനെ പല വഴികളുമുണ്ട് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ജോബാണ്, എൻ്റെ 9 മണിക്ക് എൻ്റെ ജോബ് തുടങ്ങും, 5 മണിക്ക് എൻ്റെ ജോബ് ഈവനിങ് എൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അത് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ ഫ്രീ സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇൻകം വർദ്ധിപ്പിക്കും. 4, ഫോക്കസ് ഓൺ പാസീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്റ്റീവ് അല്ലാത്ത സമയത്തും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വഴിയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജോബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടോ ഫ്രീലാൻസറായിട്ടോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ആക്റ്റീവായിരിക്കുമ്പോൾ കിട്ടുന്ന ഇൻകമാണ്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ സമയം അങ്ങനെയാണല്ലോ, നമുക്ക് ഉറങ്ങണം, 24 മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂല, നമുക്ക് റെസ്റ്റ് എടുക്കണം, മറ്റുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടിയിരിക്കും നമ്മുടെ ലൈഫിൽ, അതിനൊക്കെ സമയം വേണം. അപ്പം അതുകൊണ്ട് ആക്റ്റീവായി വരുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ അൺലിമിറ്റഡ് ആണ് പാസീവ് ഇൻകം. നമ്മളെപ്പോഴും പാസീവ് ഇൻകമിലാണ്. ലോകത്ത് വിജയിച്ച ആളുകൾ, ഫൈനാൻഷ്യലായി ഫ്രീഡം നേടിയ, ഗ്രോത്ത് ഉണ്ടാക്കിയ ആളുകൾ മുഴുവനും അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവർക്ക് ആക്റ്റീവായി ഉണ്ടാകുമ്പോൾ വരുന്ന ഇൻകമിൻ്റെ ഒരു പാർട്ട് അവർ സേവ് ചെയ്തുകൊണ്ട് അത് പലതിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ഉദാഹരണത്തിൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലൊരു ഷോപ്പ് നമ്മൾ സ്വന്തം ഓണായിട്ട് വാങ്ങുന്നു, എന്നിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്നു. നമ്മൾ ഒരു ദിവസം ജോലി പോയില്ലെങ്കിലും ഇനി ജോലി കിറ്റ് ചെയ്താലും ആ ഇൻകം വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമ്മുടെ പണം നമ്മൾ കൊടുത്ത് വാങ്ങിയത് കൊണ്ട് ആ പണത്തിലൂടെ നമുക്ക് പണം നേടാൻ കഴിയും. അതാണ് നമ്മൾ അധ്വാനിക്കുന്നില്ല, നമ്മളെ പണമാണ് അവിടെ നമുക്ക് പണം ഉണ്ടാക്കി തരുന്നത് എന്ന കോൺസെപ്റ്റാണത്. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ വീടുകൾ ഉണ്ടാക്കി റെൻ്റ് ഔട്ട് ചെയ്യാം, അതിലൂടെ വരുന്ന ഇൻകം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. ഇൻവെസ്റ്റ് ഇൻ ബിസിനസ്, നല്ല ഗ്രോത്ത് ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ കൂടുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് റിട്ടേൺ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്, ഈ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബിലീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹലാലായ വഴികളുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നോക്കി നമ്മൾ സ്കോളേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ഹലാലായ വഴിയാണെന്ന് ബോധ്യപ്പെട്ടതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് വളരെ ക്വിക്കലി സ്പീഡായി ഗ്രോത്ത് ഉണ്ടാക്കുന്നു. നമ്മളൊന്നിനും അത് അധ്വാനിക്കേണ്ട, നമ്മളെ പണമാണ് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തത്, ആ പണമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നത്. അതാണ് പാസീവ് ഇൻകം. അങ്ങനെ നമുക്ക് നല്ല ഫൈനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ, ഇൻകം വർദ്ധിപ്പിക്കണമെങ്കിൽ വളരെ പ്രധാനമായി നമ്മൾ പാസീവ് ഇൻകം ഉണ്ടാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇൻകം കൂട്ടാനുള്ള 5ാമത്തെ വഴി സെൽ അൺവാണ്ടഡ് ഐറ്റംസ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല വാല്യുബിളായ ഒരുപാട് തിങ്സ് ഉണ്ടാവും, നമുക്കത് യൂസ് ഇല്ല. ആക്ച്വലി നമ്മളത് യൂസ് ചെയ്യുന്നില്ല, നമുക്കത് ആവശ്യമില്ല. ചിലപ്പോൾ 2 വാഷിംഗ് മെഷീൻ ഉണ്ടാവും. ഒന്ന് കുറച്ച് പഴയതാണ്, ഇപ്പോൾ പുതിയത് വേറൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്, പഴയത് അവിടെ തന്നെ ഒരു മൂലയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അൺവാണ്ടഡ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. നമുക്ക് യൂസ് അത് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് യൂസ് വരില്ല. ഇനി ഇപ്പം അല്ല, അതൊരു 5 വർഷം കഴിഞ്ഞിട്ട് യൂസ് വരുന്നത്, നമ്മളിത് ഇപ്പം തന്നെ അത് കെട്ടിപിട്ടി വെച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പം അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ സെല്ല് ചെയ്യുക. അതിനൊരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളതിനെ മാർക്കറ്റിൽ കൊണ്ട് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, eBay പോലെയുള്ള ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതുപോലെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നമുക്കൊക്കെ ഇതിനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയും നമുക്ക് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇൻകം ഉണ്ടാക്കാനുള്ള 6ാമത്തെ വഴി അപ് സ്കിൽ ഫോർ ആ പ്രൊമോഷൻ. ഇത് നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽസ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു എമൗണ്ട് മന്ത്ലി സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 50,000 75,000 അല്ലെങ്കിൽ 30,000 സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ജോബ് ചെയ്യുന്നുണ്ട്, കമ്പനി സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ കമ്പനിക്ക് കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്യണം, കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള വർക്ക് ചെയ്യണം. അപ്പം അതിന് അവർക്ക് ഒരു സ്റ്റാഫ് വേണം. പക്ഷേ ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണലായി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ എനിക്ക് ആ സ്കില്ല് ഉണ്ടെങ്കിൽ കമ്പനി പ്രൊമോഷൻ തരും. അങ്ങനെ പ്രൊമോഷൻ തന്നു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് 50,000 സാലറി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ 75,000 അല്ലെങ്കിൽ 1 lakh ആക്കി മാറ്റും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? അത്രയും സാലറി ആ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ ആ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം.
അപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് പ്രൊമോഷൻ ഉണ്ടാകാൻ വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ സാലറി ഇപ്പോഴുള്ളതിനേക്കാൾ അതിനെ മൾട്ടിയാക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ടത് എന്താണ്? ആ കമ്പനിക്ക് ഏതെല്ലാം വർക്കാണ് ആവശ്യമുള്ളത്, ആ വർക്ക്, ആ കമ്പനിക്ക് ആവശ്യമുള്ള വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ സ്വയം എന്തൊക്കെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതിനിപ്പോൾ ഇഷ്ടംപോലെ വഴികളല്ലേ, ഓൺലൈനിൽ ഇൻ്റർനാഷണൽ കോഴ്സ് പോലും അവൈലബിൾ ആണല്ലോ. എത്ര ക്വാളിറ്റി ഉള്ള കോഴ്സസ് പോലും, എന്ത് വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ടതില്ല. വീട്ടിലൊരു ലാപ്ടോപ്പോ ഒരു ഇൻ്റർനെറ്റ് സൗകര്യമോ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കില്ലിനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാം മടികളയണം. നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്കൊരു മനസ്സുണ്ടാകണം, അതിനുവേണ്ടി എഫേർട്ട് എടുക്കണം. അത് വളരെ പ്രധാനമാണ്. അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മൾ സ്കില്ലിന് നമ്മൾ തയ്യാറാണെങ്കിൽ, ഒന്നിരിക്കലോ ആ പെർട്ടിക്കുലർ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി അവനക്ക് പ്രൊമോഷൻ കൊടുക്കും, അല്ലെങ്കിൽ അവൻ്റെ സാലറി കൂട്ടും. ഇനി അവിടെ സാലറി കൂട്ടുന്നില്ല, പ്രൊമോഷൻ കിട്ടുന്നില്ല, പക്ഷേ ഈ സ്കില്ലുള്ളത് കൊണ്ട്, ഈ സ്കില്ല് ആവശ്യമുള്ള കമ്പനി, നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും, അവിടെ പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവൻ ചോദിക്കുന്ന സാലറി ചിലപ്പോൾ കൊടുത്തെന്ന് വരും. അപ്പം ഈ നിലക്ക് നമ്മൾ ഇൻകമിനെ കൂട്ടാൻ ശ്രദ്ധിക്കുക. ഇൻകം വർദ്ധിക്കാൻ ഉള്ള 7ാമത്തെ വഴി മേക്ക് ദുആ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്പിരിച്വൽ നേതാക്കൾ, സ്പെഷ്യലി ഇസ്ലാമിക് ബിലീവേഴ്സിനോട് ഞാൻ പറയാണ്, നമ്മൾ ഖുർആൻ ഫോളോ ചെയ്യുന്നവരാണ്, ഹദീസ് ഫോളോ ചെയ്യുന്നവരാണ്. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ചില പെർട്ടിക്കുലർ സൂറത്തുകൾ നമുക്ക് റീഡ് ചെയ്താൽ സാമ്പത്തികമായി വർധനവുണ്ടാവും. ഹദീസിൽ വാരിതായ ചില ദിക്റുകൾ പറഞ്ഞാൽ സമ്പത്തിൽ വർധനവുണ്ടാവും. അതുപോലെ പെർട്ടിക്കുലർ ചില മന്ത്രങ്ങൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് സാമ്പത്തികമായി വർധനവുണ്ടാവും എന്ന് നമുക്ക് ഇസ്ലാമിൻ്റെ സ്കോളേഴ്സ്, അഇമ്മത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതിനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സയ്യിദ് ഉമർ സഖാഫി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോയിൽ പുതിയ വിഷയവുമായി വീണ്ടും നിങ്ങളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.